ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നീലിമയാണെങ്കിൽ വൈകിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അനുക്കുട്ടി പറഞ്ഞതെല്ലാം വിശദമായിട്ട് പറയുന്നു. അനുക്കുട്ടിയാണെങ്കിൽ വിപിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അനുക്കുട്ടിയാണെങ്കിൽ വൈകാമ്മ വിളിച്ചാൽ ചിലപ്പോൾ കൂടെ വന്നേക്കുമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. വൈകി അപ്പോൾ പറയാണ്, നീ പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടന്നാൽ നിന്റെ മുന്നിൽ ഞാൻ വന്ന് ഏത്തമിടും. അതല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ നീ ഒരു പാഴ്ജന്മമാണെന്ന് ഞാൻ കരുതുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേനനാണെങ്കിൽ പരമേശ്വരന്റെ അടുത്ത് ചെല്ലുകയാണ്. പരമേശ്വരനാണെങ്കിൽ അച്ചുവിനെ കുറിച്ചൊക്കെ പറയുന്നു. പരമേശ്വരൻ പറയാണ്, ആ അച്ഛനും മോളും എന്നെ ശരിക്കും പറ്റിച്ചു, അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. സേനനാണെങ്കിൽ പറയുന്നുണ്ട്, ആ പെൺകുട്ടി വന്നതിൽ പിന്നെയല്ലേ ഈ വീട്ടിൽ നല്ല മാറ്റമുണ്ടായത്, സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പരമേശ്വരൻ അപ്പോൾ പറയാണ്, അങ്ങനെയെന്ന് വെച്ച് അവരെ വീട്ടിൽ കയറ്റിയൊന്നും താമസിക്കാൻ പറ്റില്ല, എൻ്റെ വിലയ്ക്കും നിലയ്ക്കും പറ്റിയവരൊന്നുമല്ല എന്ന് പറയുന്നു. സേനനാണെങ്കിൽ വേറൊരു ഐഡിയ പ്രയോഗിച്ച് നോക്കുകയാണ്. പ്രവീണും അച്ചും നേരത്തെ പ്രണയത്തിലായിരുന്നു, എന്നിട്ട് അവർ തമ്മിലുള്ള പ്ലാനിങ് ആണ് ഈ വിവാഹം എന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ പക്ഷെ അത് വിശ്വസിക്കുന്നില്ല. പരമേശ്വരൻ പറയണം, അത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവനാണെങ്കിലും ലണ്ടനിൽ പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അച്ചു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ തടഞ്ഞേനെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ദിവ്യയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട്. സേനൻ അപ്പോൾ അടുത്ത അടവ് പറയുകയാണ്. അച്ചു ആണെങ്കിൽ ആൾക്കാരെയും കൂട്ടിയിട്ടാണെങ്കിൽ സത്യാഗ്രഹം ഇരിക്കാൻ വരുന്നുണ്ട്, ഈ വീടിന് മുന്നിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ അപ്പോൾ പറയണം, അങ്ങനെ വന്നാലും എനിക്ക് നിയമപരമായിട്ട് പോകാനൊക്കെ അറിയാമെന്ന്. സേനൻ അപ്പോൾ പറയാണ്, നിയമപരമായിട്ട് പോകുന്നത് മാത്രമല്ല പ്രശ്നം, മീഡിയയൊക്കെ അറിഞ്ഞാൽ അത് വെറുതെ പേരൊക്കെ വലിച്ചിടും, അതൊരു വലിയ പ്രശ്നമാകും, ഇതിനാണ് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. ദിവ്യയാണെങ്കിലും അച്ഛൻ പറഞ്ഞതൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അച്ചു ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു. പരമേശ്വരൻ അപ്പോൾ പറയണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാകുമല്ലോ എന്ന്. പരമേശ്വരനാണെങ്കിൽ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. പിന്നീട് പീതാംബരൻ്റെ അച്ചുവിൻ്റെ അടുത്താണെങ്കിൽ സേനൻ ചെല്ലുന്നു. സേനൻ പറയുകയാണ്, അച്ചുവിനെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അച്ചു ആണെങ്കിൽ വീട്ടിൽ വന്ന് സമരം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. അച്ചു അപ്പോൾ പറയണം, ഇനിയും ഒരു ചതിയൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഇനിയും അവർക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ അങ്ങോട്ട് ചെന്ന് കയറുന്നതെന്നൊക്കെ പറയാണ്. പ്രവീൺ ഏട്ടൻ എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എന്നെ വിളിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വാടക വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അല്ലാതെ ഇനിയും ഞാൻ ഒരു ചതി ചെയ്യാനൊന്നും തയ്യാറല്ല എന്ന് പറയാണ്. പീതാംബരനാണെങ്കിൽ സേനനോട് പറയാണ്, ജഡ്ജിയുടെ മുന്നിൽ സാറിന്റെ വില കൂടി ഇനിയും കളയാതെ നോക്കിക്കോളാനെന്ന്. പിന്നീട് കാണിക്കുന്നത് നീലിമയാണെങ്കിൽ ശങ്കരമംഗലത്തേക്ക് വരികയാണ്. അനുക്കുട്ടിയാണെങ്കിൽ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുട്ടിയാണെങ്കിൽ സുഭദ്രാമ്മയെ വിപിനെയെല്ലാം വിളിക്കുകയാണ്. കുട്ടി പറയുകയാണ്, നീലിമ ചേച്ചി വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്, എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോ വന്നായിരുന്നു, ആ ഫോട്ടോയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണെന്ന്. നീലിമ ചേച്ചി വിപിനും തമ്മിലുള്ള ഫോട്ടോയാണ് വന്നതെന്ന് പറയുകയാണ്. കുട്ടിയാണെങ്കിൽ വിപിനോട് പറയണം, ആ ഫോട്ടോയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം എനിക്കിപ്പോൾ തന്നെ അറിയണമെന്ന്. വിപിൻ അപ്പോൾ പറയാണ്, ആ ഫോട്ടോയിൽ കാണുന്നതൊക്കെ സത്യമാണെന്ന്. വിപിൻ നീലിമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നീലിമയോട് ചോദിക്ക്, നീലിമയെ വിവാഹം കഴിക്കാനാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം, എപ്പോഴും അതിനുവേണ്ടിയാണ് അവളെ ആ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരുന്നത് പോലും. ആണെങ്കിൽ നീലിമയുടെ അടുത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പോയതാണ്, അവൾ വേണമെങ്കിൽ എവിടെ വേണേലും ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. കുട്ടി അപ്പോൾ ചിരിച്ചുകൊണ്ട് നീലിമയോട് ചോദിക്കുകയാണ്, പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. നീലിമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അനുക്കുട്ടി അപ്പോൾ പറയാണ്, ഒരു ഫോട്ടോ അയച്ചെന്ന് കരുതി ഞാൻ എൻ്റെ ഭർത്താവിനെ സംശയിക്കുമെന്നാണോ നീ കരുതിയതെന്ന്. അനുക്കുട്ടി പറയാണ്, നീ നിന്റെ വില തന്നെയാണ് കളഞ്ഞത്, ബോധമില്ലാത്ത എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ തൊട്ടുരുമിയിരുന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ വിശ്വസിക്കുമെന്നാണോ നീ കരുതിയതെന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ ശരിക്കറിയാം, അല്ലാതെ നിന്നെ പോലെ ഏഴാംകിട തരികിട പരിപാടിയൊന്നും കാണിച്ചല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കയറി പറ്റിയതെന്നൊക്കെ പറയാണ്. എന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു വന്നതാണ്, ആ സമയത്ത് നിനക്കും ഇഷ്ടമായിരുന്നല്ലോ, എന്നിട്ട് നിന്നെ വിവാഹം കഴിച്ചില്ലല്ലോ, അതിനർത്ഥം നിന്നെ അയാൾക്ക് ഇഷ്ടമല്ലെന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ആണെങ്കിൽ എത്ര കാലം കാത്തിരുന്നാലും വിപിൻ ചേട്ടനെ കിട്ടത്തില്ല, അതുമാത്രമല്ല നീ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നീ മാത്രമേ നാണം കെടത്തുള്ളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് അനുക്കുട്ടി പറയുകയാണ്. സുഭദ്രാമ്മ അപ്പോൾ പറയണം, നിനക്ക് ഭാര്യ ഭർത്തൃ ജീവിതം എന്താണെന്ന് അറിയത്തില്ല, നീ ഒരു ഡോക്ടറല്ലേ, നിനക്ക് നല്ലൊരു വിവാഹം കഴിച്ചുകൂടെ? പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളുടെ പുറകെ നടന്നല്ല വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കേണ്ടത്, പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ വരണം, അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അല്ലാതെ പുറകെ നടന്ന് ശല്യം ചെയ്ത് വിവാഹം കഴിച്ചാൽ അതൊരു ജീവിതമാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് സുഭദ്രാമ്മ ഉപദേശിക്കുകയാണ്. നീലിമയാണെങ്കിൽ പോകാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്താണെങ്കിൽ അനുക്കുട്ടി പറയാണ്, അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് നോക്കി ഒരടി കൊടുക്കുന്നു.
എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഈ അടി എന്തിനാണെന്ന് മനസ്സിലായോ? നീ എന്നെ നേരത്തെ വന്ന് മസാല ദോശ കഴിപ്പിച്ചിട്ടില്ലേ കുതിരപ്പന്തി വീട്ടിൽ വെച്ച്, അതിനുവേണ്ടിയാണെന്ന് പറയുന്നു. നീയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയും അറിയിച്ചേക്കണമെന്നൊക്കെ പറയുകയാണ്. നീ എന്തെങ്കിലും പ്രശ്നവുമായിട്ട് ഇതുപോലെ വന്നാൽ അത് ഞങ്ങളെ ബാധിക്കത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം നീലിമയോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്